നിക്കോളാസ് മെദൂറയെ അമേരിക്കയുടെ ഡെൽറ്റ സൈന്യം സാഹസികമായിട്ട് തട്ടിക്കൊണ്ടുപോയി. അപ്പം ഒരു രാജ്യത്ത് അതിക്രമിച്ച് കയറി അവിടുത്തെ പ്രഥമ പൗരനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു തെറ്റായ കാര്യമാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ തെറ്റാണെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്കിതിൽ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാരെ ഇതിൽ സന്തോഷിക്കുന്നത് കണ്ട്, അതായത് വെനസ്വേലയിലെ ജനങ്ങൾ ഇതിൽ വളരെയധികം സന്തോഷിക്കുന്നത് കണ്ട്, എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് പ്രധാന പൗരനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സന്തോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രതിഷേധങ്ങളും കണ്ടു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ജനതയുടെ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് വെനസ്വേല. പക്ഷേ അതായത് സൗദി രാജ്യങ്ങളെക്കാളൊക്കെ അധികം ക്രൂഡ് ഓയിൽ ഇവർക്കുണ്ട്. എന്നിട്ട് പോലും ആ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വെനസ്വേല ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് കുട്ടിച്ചോറാക്കി അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലെത്തിച്ച ഒരു നാട്. എന്തുകൊണ്ടാണ് വെനസ്വേലയിലെ ജനങ്ങൾ നിക്കോളാസ് മദൂറോയെ ഇത്രയധികം വെറുക്കാനുള്ള ഒരു കാരണവും? അതായത് നിക്കോളാസ് മദൂറോയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു, അവിടെ നിന്നും ഒരു സാധാരണക്കാരനായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹം ഒരു യൂണിയൻ നേതാവായി, പിന്നെ അവിടെ നിന്ന് ഒരു വിദേശകാര്യ മന്ത്രിയാകുകയും പിന്നെ അവിടെ നിന്ന് വൈസ് പ്രസിഡൻറ്റ്, പിന്നെ പ്രസിഡൻറ്റ് എന്നുള്ള സ്ഥാനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച. അതായത് യൂഗോ ഷാവോസുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധമാണ് ഇദ്ദേഹത്തിന് ഈ വളർച്ച വരെ എത്തിയത്. അതായത് യൂഗോ ഷാവോസ് വെനസ്വേലയിലെ നേതാവും അതുപോലെ തന്നെ ഒരു വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. അപ്പോൾ യൂഗോ ഷാവോസ് 2013 മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ കാലശേഷം എൻ്റെ പിൻഗാമിയായിട്ടാണ് മദൂറോയെ കണ്ടേക്കുന്നത്. അങ്ങനെ 2013 തിരഞ്ഞെടുപ്പിലാണ് ഇദ്ദേഹം ജയിക്കുകയും ഇവിടുത്തെ പ്രസിഡൻ്റ് ആവുകയും ചെയ്തു. വെനസ്വേലയിലെ ജനങ്ങളുടെ ഏക വരുമാന മാർഗം എന്ന് പറഞ്ഞത് ഈ എണ്ണ മാത്രമാണ്. അവിടെയുള്ള ആൾക്കാർക്ക് കൃഷി വ്യവസായങ്ങളൊന്നും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന വ്യവസായങ്ങളൊക്കെ തന്നെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കുട്ടിച്ചോറാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ യൂഗോ ഷാവോസിൻ്റെ കാലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മദൂറോയുടെ കാലഘട്ടം വന്നപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കാതായി. എണ്ണയുടെ വില ഇടിഞ്ഞു താണു, അതുപോലെ തന്നെ പൈസയുടെ വില കുറഞ്ഞു, ജനങ്ങൾക്ക് വളരെയധികം പട്ടിണി, അതുപോലെ ഭക്ഷ്യക്ഷാമം, ആവശ്യത്തിന് മരുന്ന് ലഭിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു. അതുപോലെ തന്നെ പാർട്ടി അനുകൂലികൾക്ക് മാത്രമാണ് അവിടെ സഹായങ്ങൾ ലഭിച്ചിരുന്നത്, അതുപോലെ തന്നെ ജോലി ലഭിച്ചിരുന്നത്. പിന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ അവർ ക്രൂരമായിട്ട് വേട്ടയാടി, മാധ്യമപ്രവർത്തക സ്ഥാപനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീ തടവുകാരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഇനി രാഷ്ട്രീയ തടവുകാരെ ആരെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ അവരെയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മദൂറോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് മാത്രമല്ല, മദൂറ അവിടെ ഒരു ഏകാധിപതിയായിട്ട് അവിടെ വിലസുകയായിരുന്നു. കരീബിയൻ തീരം വഴി അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ മയക്കുമരുന്ന് കടത്തി എന്നൊരു ആരോപണം മദൂറോയുടെ പേരിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ ഡെൽറ്റ സൈന്യം മദൂറോയെ വിചാരണയ്ക്കായിട്ട് തടവിലാക്കിയിരിക്കുന്നത്.